ലഹരിമുക്ത സമൂഹത്തിന് ആഹ്വാനം നൽകിയ ഓർത്തഡോക്സ് സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗം നിർമ്മിച്ച ഡോക്യുമെന്ററി യു-ടേൺ ശ്രദ്ധ നേടുന്നു. വഴിതെറ്റിയ ജീവിതം തിരിച്ചു പിടിച്ചു മടങ്ങുന്ന വ്യക്തിയിലൂടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയമാണ് ഓർത്തഡോക്സ് സഭ ഉയർത്തിക്കാട്ടുന്നത്. മദ്യപാനിയായ ഒരു റെയിൽവേ ഗേറ്റ് കീപ്പറുടെ ജീവിതത്തിലൂടെയാണ് കഥ വികസിക്കുന്നത്. മദ്യം എങ്ങനെ നാശത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു. വ്യക്തി, കുടുംബം, സമൂഹം എന്നിങ്ങനെ 3 തലങ്ങളിലായി ഡോക്യുമെന്ററിയിൽ വരച്ചുകാട്ടുന്ന ചിത്രം അതാണ്. റെയിൽവേ ഗേറ്റ് കീപ്പറായ നായകനെ അവതരിപ്പിക്കുന്ന നടൻ മഹേഷിനൊപ്പം നടി സീമാജി നായരും ഡോക്യുമെന്ററിയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. കടുത്ത മദ്യപാനിയായ റെയിൽവേ ഗേറ്റ് കീപ്പറുടെ കുടുംബം സമൂഹത്തിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ. നിങ്ങൾക്ക് പിള്ളേരെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? നിങ്ങളുടെ ആണത്തെ ഞാൻ കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. കുടുംബത്തിന്റെ തകർച്ച. ഇതിലെല്ലാം അപ്പുറം മദ്യപാനിയായ ഒരു വ്യക്തി സമൂഹത്തിലുണ്ടാക്കുന്ന ദുരന്തം. ലഹരിമോചന കേന്ദ്രത്തിലേക്കും അവിടെ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്കും മടങ്ങി ചിതറിപ്പോയ സ്വന്തം കുടുംബത്തെ വിളക്കിച്ചേർക്കുന്ന നായകനിലൂടെ ഡോക്യുമെന്ററി അവസാനിക്കുന്നു. പ്രശസ്ത കവയിത്രി സുഗതകുമാരി, നടൻ ലാലു അലക്സ് തുടങ്ങിയവരും ഡോക്യുമെന്ററിയിലൂടെ ലഹരി വിമുക്ത സമൂഹത്തിനായി അണിചേരുന്നു. MG സർവകലാശാലയുടെ ഫിലിം ആൻഡ് ടെലിവിഷൻ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ ഫാദർ വർഗീസ് ലാലാണ് ഡോക്യുമെന്ററിയുടെ സംവിധായകൻ. മനോരമ ന്യൂസ്, കോട്ടയം. ഈ ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ഫാദർ വർഗീസ് ലാൽ ഇന്ന് പുലർവേളയിൽ അതിഥിയായി എത്തിയിട്ടുണ്ട്. MG സർവകലാശാലയുടെ ഫിലിം ആൻഡ് ടെലിവിഷൻ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് ഫാദർ വർഗീസ് ലാൽ. ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമുകളും അടക്കം 15-ൽ പരം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഫാദർ, പുലർവേളയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഡോക്യുമെന്ററി 15-ൽ പരം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഫാദർ, പുലർവേളയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് ഡോക്യുമെന്ററിയുടെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. എങ്ങനെയായിരുന്നു ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും മറ്റും? ലഹരി ഇന്നത്തെ സമൂഹത്തിൽ ഒരു വലിയ വിപത്ത് വരുത്തുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ചിത്രവുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായത്. പ്രത്യേകിച്ച് സഭയുടെ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ സഭയുടെ ഒരു ലഹരി വിമുക്ത മാസമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ചലച്ചിത്രം നിർമ്മിക്കുക എന്നൊരാശയവുമായിട്ട് മുന്നോട്ട് പോയത്. ഇതിന്റെ അണിയറ പ്രവർത്തനമൊക്കെ എങ്ങനെയായിരുന്നു? ആരായിരുന്നു ക്യാമറ ചെയ്തത്? എഡിറ്റിംഗ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ക്യാമറ, എഡിറ്റിംഗ് എല്ലാം തികച്ചും പ്രൊഫഷണലായിട്ടുള്ള ഒരു ഹെൽപ്പാണ് ഇതിനുവേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് പൊതുജനങ്ങളിൽ നിന്നും ഇതിന് കിട്ടിയ ഒരു പിന്തുണ? പൊതുജനങ്ങളിൽ നിന്നും വളരെ നല്ല റെസ്പോൺസാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഇതിന്റെ പ്രദർശനം വിവിധ കോളേജുകളിൽ, സ്കൂളുകളിൽ, അതുപോലെ ക്ലബ്ബുകളിലെല്ലാം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല റെസ്പോൺസാണ് ഇതിന് ലഭിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ലഹരിയുടെ ദൂഷ്യ ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾക്ക് സാധിച്ചു. ഒരുപാട് പേര് നല്ല രീതിയിൽ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. തുടർന്നും ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നുള്ള രീതിയിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കോളേജുകളിൽ നിന്നൊക്കെയും ചെറുപ്പക്കാരായ കുട്ടികൾ വളരെ നല്ല തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് ഇതിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഫാദർ, അനുദിനം ബിവറേജിലെ ക്യൂ നീണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരം ഉദ്യമങ്ങൾ അഭിനന്ദനാർഹമാണ്. ഇതുകൂടാതെ താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇങ്ങനെ സബ്ജക്ട് ആകുമ്പോൾ ആഴത്തിൽ പഠിക്കുകയും ചെയ്യണം. ഫാദറിന്റെ ഒബ്സർവേഷനിൽ ഒരു മനുഷ്യൻ ലഹരി എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു? ലഹരി ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണമായിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് പറ്റുകയില്ല. ഇന്ന കാരണം കൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്നത്. അതിന് പല ചുറ്റുപാടുകൾ, അതിന്റെ സർക്കംസ്റ്റൻസസ് പലതാണ്. പ്രത്യേകിച്ച് ചിലപ്പം കൂട്ടുകാരിൽ നിന്നാവാം, ജോലി സ്ഥലത്ത് നിന്നാവാം, അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ, പിന്നെ അതുപോലെ കുടുംബത്തിലുള്ള പല സാഹചര്യങ്ങളാവാം. അങ്ങനെ വ്യത്യസ്തമായ പല സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ ലഹരിക്ക് അടിപ്പെടുത്തുന്നത്. അതിന്റെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരിയോടുള്ള, അത് ഏത് തരം മദ്യപാനമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും ഏത് തരം ലഹരിയാണെങ്കിലും അതൊരു രോഗമാണെന്നുള്ള ഒരു അവയർനെസ്, അതിനൊരു ശരിയായ ട്രീറ്റ്മെന്റ് ആവശ്യമാണ് എന്നുള്ള ബോധവൽക്കരണം വളരെയധികം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ് സമരങ്ങൾക്കൊന്നും ഒട്ടും കുറവില്ലാത്തൊരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ മദ്യപാനത്തിന്റെ ലഹരി, പ്രത്യേകിച്ച് മദ്യത്തിന്റെ വില ഏകദേശം 50% വർദ്ധിപ്പിച്ചിട്ടും ആരും തന്നെ ഇതിനെതിരെ ഒരു പ്രതിഷേധവും
ഒരു പ്രകടനവും എവിടെയും നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത് എത്ര വില വർദ്ധിപ്പിച്ചപ്പോഴും ആ വർദ്ധിച്ച വിലയിൽ ഇത് വാങ്ങി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനങ്ങള്, ഓരോ വ്യക്തികൾ അവർ കഷ്ടപ്പെടുന്നതായ പണം ഉപയോഗിച്ച് അവരുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു പാനീയം മേടിച്ച് കുടിക്കുകയാണ്. ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു നേട്ടം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. അത് മാത്രമല്ല, അതൊരു ദേശീയ നഷ്ടം കൂടിയാണ്. കാരണം നമ്മുടെ ചെറുപ്പക്കാരൊക്കെയും ഇങ്ങനെയുള്ള ലഹരി പാനീയങ്ങൾ ഉപയോഗിച്ച് അവരുടെ ശരീരത്തെ നശിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ദേശീയ നഷ്ടമാണ്. അവരുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അവരുടെ ഉൽപാദനക്ഷമത അല്ലെങ്കിൽ അവരുടെ പല തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു പാനീയം എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു പോയിന്റാണ്. ഈ താങ്കൾ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അതിനിടയിൽ ഒരു വ്യക്തിക്ക് മാറാൻ ഇത്തരം ക്യാമ്പയിനുകൾ എത്രമാത്രം സഹായിക്കും അല്ലെങ്കിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തും സാഹചര്യങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ? അല്ല, തീർച്ചയായിട്ടും പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ ഹ്രസ്വ ചിത്രം നിർമ്മിച്ചതുകൊണ്ട് എത്ര പേരുടെ മദ്യപാനം നിർത്താനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കടലിൽ നിന്ന് നമ്മൾ ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു കൈയിൽ ഒരു കൈ ജലം നമ്മൾ മാറ്റിയാൽ തീർച്ചയായിട്ടും ആ കടലിലെ മുഴുവൻ ജലത്തിൽ നിന്നും ആ ഒരു കൈ ജലം മാറിയതായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ സമൂഹത്തെ മുഴുവനായിട്ട് ഈ ഒരു ഹ്രസ്വ ചിത്രത്തിൽ കൂടി രൂപാന്തരപ്പെടുത്തുക അല്ലെങ്കിൽ മാറ്റുക എന്ന് പറയുന്നത് വളരെ അപ്രായോഗികമായ ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഈ മാധ്യമങ്ങളുടെ എല്ലാം ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ബോധവൽക്കരണം, അതിനാണ് ഇതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ബോധവൽക്കരണത്തിന് തീർച്ചയായും ഫാദർ, താങ്കൾ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു വിഷയത്തെ ഇങ്ങനെ ഒരു ഡോക്യുമെന്ററിയിൽ കൂടി മാത്രം സമൂഹത്തെ ഇതിന്റെ അപകടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് തീർച്ചയായും വളരെ പ്രതിസന്ധിയുള്ള ഒരു കാര്യമാണ്. താങ്കൾ ഒരു വൈദികനാണ്, ഒപ്പം സഭയുണ്ട് ഇതിന് പിന്തുണയുമായിട്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇതിനെതിരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും? ഈ ലഹരി ഇതുപോലെയുള്ള ഇന്നത്തെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെ കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്ന് പറയുന്നത് ഈ മീഡിയയാണ്. അപ്പോൾ മീഡിയ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. മീഡിയയിൽ കൂടിയാണെങ്കിലും മറ്റ് പ്രിന്റഡ് മാധ്യമങ്ങളിൽ കൂടിയാണെങ്കിലും ബോധവൽക്കരണ പരിപാടികൾ കൂടുതലായിട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് കൂടുതലായിട്ട് ഇപ്പോഴുള്ള നിലവിലുള്ള ഭരണ സംവിധാനങ്ങളൊക്കെയും ഇതിന്റെ ദൂഷ്യഫലങ്ങൾ, ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് നമ്മൾ മനോരമ പത്രത്തിൽ കൂടി വായിച്ച ഒരു കാര്യമാണ്. ഈ ബിവറേജസ് കോർപ്പറേഷൻ അതുപോലെ ചുമതലപ്പെട്ട മദ്യ ഷോപ്പുകളിൽ നിന്ന് മദ്യക്കുപ്പികളിൽ പലതരത്തിലുള്ള ഓഫർ, റീചാർജ് കൂപ്പൺ അടക്കമുള്ള ഓഫർ ലഭ്യമാക്കിക്കൊണ്ടുള്ള മദ്യങ്ങൾ വിപണിയിൽ ലഭ്യമാക്കി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള തെറ്റായ പ്രവണതകളെ അത് നിരോധിക്കുവാനും അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുവാനും ജനങ്ങളെ ഇതൊരു മദ്യം വിഷമാണ്, അത് പാനം ചെയ്യുന്നത് വളരെ ദോഷകരമാണെന്ന് ശക്തമായ ബോധവൽക്കരണം എല്ലാ തലത്തിലും, അത് സഭാതലത്തിൽ മാത്രമല്ല മറ്റ് സമൂഹ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും അതിന് തക്കതായ ഒരു ബോധവൽക്കരണ പരിപാടി വന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒത്തിരി നമുക്ക് ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനായിട്ട് സാധിക്കും. നന്ദി ഫാദർ വർഗീസ് ലാൽ, പുലർവേളയിൽ അതിഥിയായി എത്തിയതിന്. ഒപ്പം ഇത് കേൾക്കുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഈ യു-ടേൺ കാണുന്ന ആർക്കെങ്കിലും ഇതിൽ കൂടി എന്തെങ്കിലും ഒരു മാനസിക പരിവർത്തനം സംഭവിച്ചാൽ അത് താങ്കളുടെ പ്രയത്നത്തിന് ഫലമുണ്ടാകുമെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു.